ഹായ് ഗൈസ്, ദിലീപ് ഫ്രം കാസർഗോഡ്. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു വാഹനപ്രേമിയാണെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. അതല്ല നിങ്ങൾക്ക് വാഹനമുള്ളൊരു സുഹൃത്തുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കാരണം എന്താണെന്നറിയോ, നമ്മൾ വാഹനമായി യാത്ര പുറപ്പെടുന്ന സമയത്ത് പലപ്പോഴായിട്ട് നമുക്ക് ടയർ പഞ്ചറാവുക, അല്ലെങ്കിൽ ടയറിന് അലൈൻമെൻറ്റ് പ്രശ്നമാവുക, ടയർ ചെത്തിപ്പോവുക, ടയർ പൊട്ടുക, കാറ്റ് കുറവുണ്ടാവുക, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ 24 hours ഉള്ള കടകൾ കേരളത്തിൽ വളരെ ചുരുക്കമാണ്. അപ്പോൾ അതുപോലെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു കടയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് നിന്നും കണ്ണൂർ പഴയങ്ങാടി വഴി പോകുന്ന വഴിക്ക് ഏകദേശം വളവട്ടണം പാലത്തിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ ഉള്ള ഒരു ഷോപ്പാണിത്. നിങ്ങൾ ഈ കാണുന്ന പോലെ OTP ടയേഴ്സ് ആണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇതുപോലെ മിഡ് നൈറ്റ് ഏകദേശം ഒരു 1 മണിയോടടുത്ത് അവിടെ ചെന്നപ്പോഴാണ് ഈ കട ഓപ്പൺ ആയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞങ്ങളൊരു യാത്രയുടെ ഇടയിൽ ടയർ നല്ലോണം ചെത്തിപ്പോയിട്ട് അലൈൻമെൻറ്റ് തെറ്റി 1000 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ടയർ കംപ്ലീറ്റ് ആയിട്ട് ചെത്തിപ്പോകുന്നുള്ളൊരു തോട്ട് വന്നതുകൊണ്ടാണ് ഷോപ്പിൽ കയറിയത്. അവിടെ 24 hours നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ഉണ്ട്, അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. അല്ലാതെ ഒരു ഹെൽപ്പറും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഓണറിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളെൻ്റെ സബ്സ്ക്രൈബറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം ഞങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അവർ കംപ്ലീറ്റ് ആയിട്ട് വാഹനം ചെക്ക് ചെയ്തു, അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കി തന്നു. അപ്പോഴത്തേക്ക് സമയം ഏകദേശം 1-1:30 ആയി. അപ്പോൾ അത്രയും ടൈമിൽ 24 hours വർക്ക് ചെയ്യുന്ന ഷോപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എപ്പോഴേലും കണ്ണൂർ സൈഡിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോവാം. ആ രീതിയിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ നേരിട്ട് വാങ്ങിച്ചിട്ടില്ല, എനിക്കൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. കണ്ണൂരിൽ നിന്ന് വളവട്ടണം പാലം വഴി പഴയങ്ങാടി പോകുന്ന റൂട്ടിൽ ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പ് കഴിഞ്ഞ് തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ടയർ ഷോപ്പാണ്. അപ്പോൾ ഇനി ആവശ്യമുള്ളവർ പോവുക. അതോടൊപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. ഉപകാരപ്പെടും. താങ്ക്